അപ്പോൾ വെൽക്കം ബാക്ക്. അരമനെ 4 അരമനെ 4 സിനിമ കണ്ടു. സുന്ദർ സി സംവിധാനം ചെയ്ത് സംഭാഷണം സംവിധാനം എല്ലാം നിർവഹിച്ച സിനിമയാണ്. പിന്നെ അദ്ദേഹത്തിന് തന്നെ 3 സിനിമ പുറകെ ഉണ്ട്. അരമനെ 1, 2, 3. ഇത് 4ാമത്തെ സിനിമ അരമനെ 4. അരമനെ 4 പഴയ സിനിമ പോലെ കൊണ്ടുവരണ്ട എന്ന് കരുതി ഒരു പുതിയ മോഡൽ സിനിമ ഇറക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന സംഭവമാണ്. പക്ഷേ ഇത് പഴയതിനേക്കാളും മോശമായിട്ടുള്ള രീതിയിലുള്ള സിനിമയായി മാറി. അതെന്താണ്, അതിൽ ഓരോ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം. ഇത് നമ്മൾ പഴയ സിനിമയിൽ ആ റിവെഞ്ച് ഇതിൽ കൊണ്ടുവരണ്ട, അങ്ങനത്തെ ഒരു സംഭവം വേണ്ട, നമുക്ക് വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതി കൊണ്ടുവന്നു. കുറേ കോമഡികൾ, അത് നമുക്കിങ്ങനെ വേണ്ട, വേറൊരു തരത്തിൽ ചെയ്യാമെന്ന് കരുതി. കോമഡി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളവിടെ ഇരുന്ന് ഉരുകുന്ന തരത്തിലുള്ളൊരു കോമഡിയായി പോണു. എന്താണ് ഇത് ഈ കോമഡി? നമ്മളെ യോഗി ബാബു സാറ്, കോബി സർള, പിന്നെ വേറൊരാൾ, ഇങ്ങനെ 2-3 പേരുണ്ട് കോമഡിക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ ആ ഒരു കോമഡി ഒന്നും ഏശിയിട്ടില്ല, ചുമ്മാ വെറുതെ അങ്ങ് പോകും. പിന്നെ സിനിമയിലൊരു നല്ല പ്രേതം, ഒരു അഴുക്കപ്രേതം, കൊള്ളാത്ത പ്രേതം, അങ്ങനെ കുറേ പ്രേതത്തിൻ്റെ പേരെന്തോ ബാങ്ക അങ്ങനെ എന്തോ പ്രേതത്തിനൊരു പേര്. ആ പ്രേതത്തിന് റിവെഞ്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഏതോ ഏതോ നദിയിലെങ്ങാണ്ട് ഈ കുടത്തിലാക്കി ആവാഹിച്ച് കൊണ്ടുവന്ന് ഇടത്തില്ലേ, അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു വള്ളം തുഴഞ്ഞു പോയപ്പോഴത്തേക്ക് എൻ്റെ തുഴയേറി തട്ടി അങ്ങനെ പൊട്ടിപ്പോയാൽ അങ്ങനെ റിവെഞ്ച് സംഭവം ഒരു കാര്യങ്ങളോ അതിലില്ല. ഈ പ്രേതത്തിന് റിവെഞ്ച് ഒന്നുമില്ല. ഈ പ്രേതത്തിന് കുറച്ച് ശക്തി കിട്ടണം, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ അങ്ങ് തട്ടണം, അതാണ് ഈ പ്രേതത്തിൻ്റെ ലക്ഷ്യം. പിന്നെ നമ്മളെ തമന്ന, റാഷി ഖന്ന, തമന്ന ഒരുവിധം നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. കുറേ കോമഡികളൊക്കെ ഉണ്ട്, പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. പിന്നെ നമ്മളെ മാളികപ്പുറത്ത് കൊച്ചിൻ്റെ അഭിനയം തിരക്കില്ല, കൊള്ളായിരുന്നു, നല്ല രീതിയിലായിട്ടുണ്ട്. പിന്നെ യോഗി ബാബു അവരെ കോമഡിയെ കുറിച്ച് പറയണ്ട, വളരെ മോശം. പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഈ സിനിമയിൽ പറയാനൊന്നുമില്ല. ഒരുവിധം കണ്ടിരിക്കാം എന്നും പറയാൻ പറ്റാത്തൊരു ആവറേജിന് താഴെയാണ് ഈ സിനിമ പോയിരിക്കുന്നത്. പിന്നെ ഈ ക്ലൈമാക്സിൽ കുറച്ച് സെറ്റ് വർക്കൊക്കെ കുറച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കുറച്ച് സെറ്റ് വർക്ക് സെറ്റാണോ, ഇനി അത് VFX ആണോ എന്നൊന്നും അറിയാൻ വയ്യ. അത് കുറച്ച് നല്ല രീതിയിലൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു വലിയൊരു വ്യത്യാസം കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് ഒരു വ്യത്യാസവും തരാതെ പഴയതിനേക്കാളും മോശമാക്കിയ രീതിയിലാണ് സുന്ദർ സാറ് ഈ സിനിമ ചെയ്തു വച്ചേക്കുന്നത്. അറിയില്ല, ഇനി പോരാത്തതിന് അടുത്ത സിനിമയ്ക്ക് ഒരു ലീഡും കൂടെ തന്നിരിക്കുകയാണ്. ഇനിയും ഉണ്ട് അരമനെ 5 വരും, നിങ്ങളെല്ലാം കാണണം. അത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സിനിമ നല്ല ഹിറ്റായിട്ട് തന്നെ പോകുന്നുണ്ട്, തമിഴ്നാട്ടിലൊക്കെ നല്ല ഹിറ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഈ സിനിമ വളരെ അധികം നിരാശയാണ് തന്നിരിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം, അടുത്തൊരു റിവ്യൂ ആയിട്ട് വരാം. ബൈ.